വയനാട്ടിലേക്കാണ് നമ്മളുടെ യാത്ര. നമുക്കറിയാം, നോമ്പുകാലമാണല്ലോ. ഈദുൽ ഫിത്തറിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും ഒക്കെ. എങ്ങും പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെയാണ്. നമ്മൾ വയനാട് കമ്പളക്കാട് നിന്നുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. അവിടെ ഈ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ആളുകൾ എത്തുന്ന അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്കാണ്. അവിടുത്തെ വ്യത്യസ്തമായ രുചികളും വിഭവങ്ങളും ഒക്കെ നമുക്ക് കാണാം. ജയരാജ് ബത്തേരിയുടെ റിപ്പോർട്ടിലേക്ക്. വ്രതശുദ്ധിയുടെ 20 നാളുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു നോമ്പ് കാലത്ത് ഒരു വ്യത്യസ്ത കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുള്ളത് നോമ്പ് തുറക്കുക, അതായത് വൈകുന്നേരം നോമ്പ് തുറക്കും, അതിനുശേഷം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ കൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പൊ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് വയനാട് ജില്ലയിലടക്കം നല്ല ചൂടൊക്കെയാണ്. അപ്പൊ എന്തായാലും ഈ നോമ്പ് തുറന്നതിന് ശേഷം പള്ളിയിൽ പോയി കഴിഞ്ഞ് പിന്നീട് ഈ കമ്പളക്കാട് എന്ന് പറയുന്ന ടൗണിലൊരു ആഘോഷമാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥരും കൂടി ഇവിടെ നിരവധി കടകൾ പല സ്ഥലങ്ങളുമായിട്ട് നമ്മൾ കാണുന്നത് അലങ്കരിച്ച് ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയായിട്ട് ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു നോമ്പ് കാലത്തേക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കടകൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ ഇതിലാണല്ലോ ഫ്ലേവർ നെല്ലിക്ക കാന്താരി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ബൂസ്റ്റ് ഉലിക്ക് ഉണ്ട്, ഓർലിസ് ഉലിക്ക് ഉണ്ട്, പിന്നെ കോൾഡ് ബൂസ്റ്റ് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, പിന്നെ വെറൈറ്റി ഐറ്റംസ് പടയപ്പ. എങ്ങനെയുണ്ട് ആളുകളൊക്കെ വരുന്നത്? എത്ര ഒരു ആളുകൾ ഏകദേശം ക്രൗഡ് ആവാൻ ഏകദേശം 9:30-10 മണി ആവും ടൈം. ഇപ്പൊ ഏകദേശം ഓണാവുന്നുള്ളൂ ആൾക്കാര്. അപ്പോ നമുക്ക് ഇവിടെ ഒരു താത്തയുണ്ട്. എന്താണ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനെ വന്നവര് ഈ ഒരു തണുത്ത വെള്ളം കുടിക്കാമെന്ന് തോന്നി? എന്റെ മോന് 2 പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ പറഞ്ഞതാണ് ഭയങ്കര ടേസ്റ്റ് ആണ്, വെറൈറ്റി ആണ്, അങ്ങനെ വന്നതാണ്. സാധാരണ നമ്മൾ നോമ്പ് കാലത്ത് വീട്ടിലിരുന്നിട്ടാണ് ഈ സമയത്ത് ആഘോഷം അല്ലെ? അതായത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അപ്പൊ പുറത്ത് വന്നുള്ളത് എന്താണ്? ഈ ചൂടൊക്കെ ഉള്ളത് കൊണ്ടാണോ? അതെ, ചൂടും പിന്നെ വെള്ളം, അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ആവുമ്പോൾ കുറച്ച് കഴിക്കാൻ പറ്റും. എന്താണ് ഇപ്പൊ കഴിച്ചത് ഒരു കുലുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കുറെ ഉപ്പിലിട്ട്, പിന്നെ മസാല മാംഗോ, പിന്നെ മസാല പൈനാപ്പിൾ, ചെമ്മീൻ മാംഗോ, അങ്ങനെ എല്ലാം കൂടി കഴിച്ചോ? 2-3 ഐറ്റംസ് ടേസ്റ്റ് ചെയ്തത്. എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടുണ്ട്. തീർത്തും ഒരു വെറൈറ്റി ആണ്. കഴിച്ചോ? എന്താ കഴിച്ചത്? മാങ്ങ കഴിച്ചേ? ഉഷാറാണോ? ഉഷാറാണ്. എന്താ കഴിച്ചേ? അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുള്ളൂ. ഈ കുറച്ചുകൂടി ആളുകൾ വരണമെങ്കിൽ കുറച്ചുകൂടി ടൈം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. പേരെന്താണ്? എന്റെ ഒരു ഫസൽ. ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം വിവിധ സ്ഥലങ്ങളിലായിട്ട് അലങ്കരിച്ച് 3-4-5 കടകള്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് നോമ്പ് കാലത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഒരുപാട് ആളുകൾ, ഫാമിലിയാണ് ഇവിടെ വരുന്നത്. അത് കുറച്ച് സമയം ഇവിടെ എൻജോയ് ചെയ്യാണ്. എല്ലാവരും കൂടെ വന്ന് കുടുംബസമേതം വന്ന് വെള്ളം കുടിച്ച് ഒക്കെ എൻജോയ് ചെയ്താണ് ഇപ്പൊ എല്ലാവരും മടങ്ങുന്നത്. ഇതൊരു നോമ്പിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മുടെ ജനങ്ങളിലെ ഒരു ട്രെൻഡ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ഒരു സാധാരണ സവാരി നടത്തുക, എല്ലാവരും കൂടി എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ള. ഒരു പക്ഷേ ഈ നോമ്പ് കാലത്ത് അതിന്റെ ഒരു ബഹളം കാണുന്നില്ല. അപ്പൊ അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവം. തീർച്ചയായും. കാരണം വൈകുന്നേര സമയങ്ങളിലൊക്കെ പള്ളികളിൽ ഇരിക്കലാണ് പതിവ്. അത് കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഒരു 9:30 കഴിഞ്ഞ് ഒരു 10-11 മണി വരെയാണ് ഇവിടെ എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്ന് ഒരു എൻജോയ് ചെയ്യാണ്. ഒരു സായാഹ്ന ഇരിക്കേണ്ട ആ സമയം രാത്രി സമയങ്ങളിലേക്ക് മാറ്റി എന്നത്. തീർച്ചയായും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മളെ ഇപ്പൊ മലയാളികളിൽ കാണുന്ന ഒരു ട്രെൻഡാണ് വൈകുന്നേരം നമ്മളെ ഈ പിരിമുറുക്കമൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്ക് ശേഷം എവിടെയെങ്കിലും ഒക്കെ എല്ലാവരും കൂടി പോയി ഇരുന്ന് ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കുക, എന്നിട്ട് സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ നോമ്പുകാലമാകുമ്പോൾ പല ആളുകൾക്കും ആ ഒരു സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു കടകളും അവിടെ ആളുകളും വരുന്നത്. നിരവധി ആളുകൾ അവിടെ ഉണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ. എന്താണ് കുടിക്കുന്നത്? എന്താണ് സംഭവം? ഗ്രീൻ ആപ്പിൾ. ഇതെന്താണ്? കറക്റ്റ് തന്നെയാണോ? ആണല്ലേ. എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ? ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളിങ്ങനെ വരുമ്പോ സാധാരണ നമ്മൾ നോമ്പ് കാലത്ത് ഇങ്ങനെ കാണാറില്ല, ഒരു വെറൈറ്റി ആണ്. അപ്പൊ എന്താണ് ഈ കമ്പളക്കാട് നോമ്പെല്ലാം തുറന്നിട്ട് ഇങ്ങനെ വരുമ്പോ അല്ല, നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് വരുമ്പോ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് ചൂടുകാലാണല്ലോ അല്ലെ?
അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ നടന്നു, അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ ഈ കുലുക്കി സർബത്ത് അതുപോലെ സാധനങ്ങളൊക്കെ അടിക്കുന്ന ആളുകളുണ്ട്. ഒന്നും കൂടെ തിരിഞ്ഞിക്കാവോ? ഒന്നും കൂടെ ആകെ ഇതെന്തൊക്കെയാണ് വെറൈറ്റികൾ? പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, നെല്ലിക്ക കാന്താരി ഉണ്ട്, പിന്നെ ബൂസ്റ്റ് കുലുക്കി, ഓർലിക്സ്, കോൾഡ് കോഫി, ബട്ടർ സ്കോച്ച് മിൽക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ സ്പെഷ്യൽ ആത്മാവ് പറഞ്ഞ സാധനം ഉണ്ട്. ആത്മാവ് ഇതിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ആത്മാവാണോ? ആത്മാവ് ഉണ്ട്, പിന്നെ പടയപ്പുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം മൂവിങ് ഉണ്ട്. ചട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആത്മാവ് ഉണ്ട്, പടയപ്പ ഇതിൽ എന്താണ് ചെയ്യുന്നത്? പടയപ്പുണ്ട്, ആത്മാവ് ഉണ്ട്, പിന്നെ സുനാമി ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? കുഴപ്പമില്ല. രാത്രി ഒരു 7:30-ക്ക് ശേഷം നമുക്ക് എന്താണ് ആളാവുന്നുണ്ട്. പിന്നെ ഒരു 12:30-1 മണി വരെയൊക്കെ എന്തുണ്ട്. ഇവിടെ ഇത് തുടക്കത്തിൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ട്രാഫിക് ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ എല്ലാവരും ഡ്രസ്സിന്റെ പിന്നാലെ പെരുന്നാളായല്ലേ, അപ്പൊ ഡ്രസ്സിന്റെ പിന്നാലെ. അപ്പൊ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ, അത് ഫാമിലി വരുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്ന് ആളുകൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ മറ്റിടങ്ങളിലും 3-4 കടകളുണ്ട്. എന്തായാലും ഇവിടെ ഒരു ആഘോഷമാണ്. എത്ര മണി വരെ നിന്നുള്ളൂ? ഞങ്ങൾ 2-1 മണി 1:30 വരെ. ഒരു മണി വരെ ഉണ്ടോ? അതുവരെ ഉള്ള ആളുണ്ടോ? ഓക്കെ, അപ്പൊ ഏതാണ്ട് ഒരു മണി വരെ ഇത് നീളുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇനിയും കുറച്ചുകൂടി വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ട്, അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ മറ്റൊരു കടയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ കടയിൽ നിന്നും വ്യത്യസ്തമായ എന്തൊക്കെയോ വിഭവങ്ങളുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇവിടെ ഇതെന്തൊക്കെയാണ് ചേട്ടാ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാം. നല്ല കിടിലോ ഐറ്റംസുകളാണല്ലേ. അത് പെരി പെരി മാങ്ങയാണ്, ഇത് കാന്താരി മാങ്ങയാണ്, ഇത് ഹണി റോസ് ആണ്, മധുരത്തിലാണ്. ഹണി റോസ് മധുരത്തിലാണ്. അത് പിന്നെ കൊമ്പൻകാട് പോയ, ഇത് കുഞ്ഞാപ്പ് മസാല, ഇത് ബത്തക്ക മസാല വരക്കി ഇത് റോസ്റ്റ് ചെയ്യും. ഈ പേരൊക്കെ ഓരോ കടയിൽ ഓരോരുത്തർ ഇടുന്ന പേരാണോ? അല്ല, ഇത് ലൈവില് കുട്ടികൾ ട്രെൻഡി ഐറ്റായിട്ട് ഓടിയോ നിൽക്കുന്ന സാധനമാണ്. ശരി. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാ പോകുന്നത്? ഇവിടെ സാനിയ മിർസ എന്ന് പറയുന്ന ഒരു ഐറ്റം പോകുന്നുണ്ട്, ബ്ലൂ കറാക്ക, മൊജിറ്റോ ലൈറ്റ് ആയിട്ട് പോണ്. പിന്നെ ബൂസ്റ്റ് കുലുക്കി, ബദാം കുലുക്കി ഉള്ള ഐറ്റംസുകൾ ഉണ്ട്. കുട്ടികള് കുടിക്കണ ഈ പേരൊക്കെ കറക്റ്റ് തന്നെയല്ലേ? അടുത്ത പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോൾ വീണ്ടും തന്നെ പറയാം. ഇതൊക്കെ ഇവിടെ ലൈവിൽ പോകുന്നല്ലേ, പിള്ളേരൊക്കെ ഇതാ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഏതാ ഇവരൊക്കെ ഏത് കുടിക്കാനാവുന്ന ഇപ്പൊ നീ? മോരിസോഡ. അപ്പൊ നമുക്ക് ഒരു കുലുക്കിയാലോ? ഒന്ന് ഞാനും കൂടി ഒന്ന് കുലുക്കാൻ കൂടാന്ന് തോന്നുന്നു. ഈ കുലുക്കി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതാണ് ഫ്ലേവർ എടുക്കുന്നത്? കറാച്ചി. എനിക്ക് വേണ്ടിയല്ലേ അടിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എനിക്കൊന്ന് കുലുക്കണം എന്നൊരു താല്പര്യമുണ്ട്. അത് അപ്പോ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുലുക്കി സർബത്താണ് ഇന്നത്. ഈ കുലുക്കി സർബത്ത് എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് പല സ്ഥലങ്ങളിലും അല്ലെ. അപ്പോ ഇവിടെ തീർത്തും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുലുക്കി സർബത്തിനാണ് കൂടുതൽ ആളുകൾ വരുന്നത് എനിക്ക് തോന്നുന്നു അല്ലെ. കാരണം ഈ തണുപ്പ് കുട്ടികൾ വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്. അപ്പൊ ട്രെൻഡിലോടുന്ന ഐറ്റാണ് ഇത്. ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ കറാച്ചി. എന്തൊക്കെ ഫ്ലേവർ ആണ് ഇവിടെ ഉള്ളത്? ഫ്ലേവർ എല്ലാ ഐറ്റം ഉണ്ട്. നാച്ചുറൽ ഐറ്റം, മുന്തിരി പോലുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് പോലുള്ള ഐറ്റംസുകൾ ഉണ്ട്. മാംഗോല് വരുന്നുണ്ട്. പിന്നെ ടെൻഡർ കോക്കനട്ട് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ട്. പിന്നെ സാനിയ മിർസ, സഞ്ജു സാംസൺ, അങ്ങനെ ഓരോ ട്രെൻഡി പേരിനനുസരിച്ച്. സഞ്ജു സാംസണും വന്നു. സഞ്ജു സാംസൺ ഇപ്പൊ സഞ്ജു തപ്പടിച്ച്. അപ്പൊ ഇങ്ങനെയാണ് ഈ കുലുക്കി സർബത്ത് കുലുക്കുന്നത് അല്ലെ. കറാച്ചി. ഞാനൊന്ന് കുലുക്കി നോക്കിയാലോ? അപ്പോ ഇതിന്റെ കുടിക്കാൻ പോവില്ല അല്ലേ? അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അല്ലെ. അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടിയുള്ളത് ഞാൻ തന്നെ കുലുക്കാണ്, ബാക്കി നിങ്ങളും കൂടെ കുലുക്കി തരാം. ഓക്കെ. അപ്പോ ഇനിയും ഇതുപോലെയുള്ള നിരവധി ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിനു വേണ്ടി നിരവധി ആളുകളാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂറോട് കഴിഞ്ഞാൽ ഇവിടെ ഫില്ലാവും അല്ലെ. തറാവി നിസ്കാരത്തിന് ശേഷമാണ് ആളുകൾ. രാത്രി എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 12 മണി വരെ ലൈവിൽ പോകുന്നു. കറാച്ചി കുലുക്കി ഞാനൊന്ന് കുടിച്ചു നോക്കാണ്. നല്ല തണുപ്പുണ്ട്, നല്ല ഒരു എന്താ പറയാ ഒരു കുളിർമ ഉണ്ട്. എന്തായാലും ഞാനിത് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ഒക്കെ മലയാളികൾക്ക് ആഘോഷമാണ്. അത്തരത്തിൽ പെരുന്നാളിനെ വരവേറ്റുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഈ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 3, 4, 5 കടകളിൽ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുടുംബവും എത്തുന്നുണ്ട്, അതുപോലെ തന്നെ അന്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ബസ് നിർത്തി ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റ് ആ വയറ് കാലിയായി കിടക്കുമ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ ചൂട് കാലത്ത് ആളുകൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ ഒരു ആഘോഷം മുന്നോട്ട് പോകട്ടെ, മലയാളികളുടെ ആഘോഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.
എന്തായാലും കമ്പളക്കാട്ടെ കളർഫുൾ ഡ്രിങ്ക്സിന്റെ വിശേഷങ്ങളാണ് ജയരാജ് ബത്തേരി പങ്കുവച്ചത്. എന്തായാലും വ്യത്യസ്തമായ പേരുകളൊക്കെയാണ്. അപ്പോൾ വയനാട്ടിലുള്ളവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി വെക്കേഷനാണ്. അപ്പോൾ വെക്കേഷന് വയനാട്ടിൽ എത്തുന്നവർക്ക് വേണമെങ്കിൽ കമ്പളക്കാട്ടെ ഈ ഡ്രിങ്ക്സ് ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.